Good morning, girls. നമ്മൾ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കമ്പനി പഠിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട് 2013. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും എക്സാമിന് ഉണ്ടാവാറുണ്ട്, പക്ഷേ കുട്ടികൾ തെറ്റിച്ച് എഴുതി വെക്കും. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട് 2013 ചോദിച്ചാൽ ആ നിയമത്തിൻ്റെ ഫീച്ചർ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. ഈ പുതിയ ആക്ട് ഉണ്ടല്ലോ, കമ്പനീസ് ആക്ട് 1913, ഇറ്റ് ഹാസ് സെവറൽ പ്രൊവിഷൻസ് ആൻഡ് കോൺസെപ്റ്റ്സ്, prescribes extensive rules to make the law dynamic and responsive to the needs of the corporate sector. So the important features of this act are, first one person company. അതായത് നമ്മൾ പഠിച്ചത് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികം ആളുകളൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു ഫോം ഓഫ് സെറ്റപ്പാണ്. പക്ഷേ വൺ പേഴ്സൺ കമ്പനി എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന്, അതായത് OPC എന്ന് പറഞ്ഞാൽ എന്താ, ദ ആക്ട് പ്രൊവൈഡ്സ് ഫോർ ദ ഫോർമേഷൻ ഓഫ് വൺ പേഴ്സൺ കമ്പനി. ഇറ്റ് മേ ഹാവ് ഓൺലി വൺ ഡയറക്ടർ ആൻഡ് വൺ ഷെയർ ഹോൾഡർ. ഓക്കെ. ദെൻ സെക്കൻഡ് ഫീച്ചർ CSR. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് ഈ കമ്പനീസ് ആക്ട് 2013 stipulates certain classes of companies to spend a certain amount of money every year on activities അല്ലെങ്കിൽ initiatives reflecting CSR. Every qualifying company has to appoint a CSR committee to formulate and recommend a CSR policy and its working also. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പം മലബാർ ഗോൾഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പാവപ്പെട്ട ആളുകൾക്കൊക്കെ അവരെത്രയോ ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ വെച്ചിട്ടൊക്കെ സഹായിക്കുന്ന, അങ്ങനെ എന്തൊക്കെയോ അവരുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം അങ്ങനെയുള്ള എന്താ പറയുക, സാമൂഹ്യ പ്രതിബദ്ധത എന്നാണ് പറയുക കേട്ടോ. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താ പറയുക, സമൂഹത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ വീക്കർ സെക്ഷൻസിനെ സഹായിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി പല പല പ്രവർത്തനങ്ങളുണ്ടാവും. അപ്പോൾ ചില കമ്പനീസ് അവരുടെ ടേൺ ഓവർ അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് ഒരു ഇത്ര എമൗണ്ടിൽ കൂടുതലാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും അതിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് CSR ആക്ടിവിറ്റീസിന് വേണ്ടി മാറ്റിവെക്കണം എന്നുള്ളത് വന്നതും ഈ 2013 കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ടാണ്. ഓക്കെ. ഇനി വേറെ ഒരു പുതിയതെന്ന് വെച്ചാൽ NCLT, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. അതായത് കമ്പനീസ് ആക്ട് 2013 ഇൻട്രൊഡ്യൂസ്ഡ് NCLT ആൻഡ് നാഷണൽ കമ്പനി ലോ അപ്പാലറ്റ് ട്രിബ്യൂണൽ ടു റീപ്ലേസ് ദ കമ്പനി ലോ ബോർഡ് ആൻഡ് ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ. ഈ രണ്ട് സംഭവങ്ങൾ എന്താ പറയുക, റീപ്ലേസ് ചെയ്തിട്ട് കമ്പനി ലോ ബോർഡും ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷനും അത് രണ്ടും റീപ്ലേസ് ചെയ്തതാണ്. ഏത് രണ്ടും? NCLTയും അതേമാതിരി NCLAT. ഓക്കെ. ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂ കോൺസെപ്റ്റ്. ഇറ്റ് ഈസ് നോൺ ആസ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് എ വ്യൂ ഓഫ് മേക്കിംഗ് shareholders and other stakeholders more informed, knowledgeable and conscious of their rights. Then cross-border merger എന്ന് പറയും. The act now permits cross-border merger in both ways. അതായത് foreign company merging with an Indian company and Indian company merging with a foreign company, എങ്ങനെ വേണമെങ്കിലാവാം, but with prior permission of RBI. But the act also proposes a fast track and simplified procedure for merger and acquisitions, amalgamations of certain class of companies such as holding and subsidiary and small companies after obtaining the approval of the central government. Okay. Then another feature is prohibition of insider trading and forward dealings. അതായത് പ്രൊവിഷൻസ് ഡീലിംഗ് വിത്ത് പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് ഫോർവേഡ് ഡീലിംഗ് ഇൻ ദ സെക്യൂരിറ്റീസ് ഓഫ് കമ്പനീസ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ആക്ട്. Insider trading, it prohibits the directors or the key managerial persons from purchasing call and put options of shares of the company if such a person is reasonably expected to have access to price sensitive information. അതായത് കമ്പനീൻ്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം, പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷനൊക്കെ. അപ്പോൾ അവർക്ക് എന്താക്കാൻ പാടില്ല,
ട്രേഡിംഗ് നടത്താൻ പറ്റും. ട്രേഡിംഗ് മീൻസ് അവരുടെ ഷെയർസ് കോൾ ആൻഡ് ഓപ്ഷൻ നടത്താം. അതായത് പർച്ചേസിങ് കോൾ ആൻഡ് പുട്ട് ഓപ്ഷൻസ് ഓഫ് ഷെയർസ് ഓഫ് ദ കമ്പനി, അതിൽ നിന്ന് അവരെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നിയമം 2013 വന്നു, ഇൻസൈഡർ ട്രേഡിംഗ് പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ടുള്ള. ദെൻ സ്ട്രിക്റ്റ് റൂൾസ് ഫോർ ഓഡിറ്റേഴ്സ്, ഓഡിറ്റിംഗ് കമ്പൽസറി ആക്കി. അക്കോർഡിംഗ് ടു ദ ന്യൂ ആക്ട്, if auditors acted knowingly or willfully with the intention to deceive the company or its shareholders or creditors or tax authorities, it shall be punishable with imprisonment for a term which may extend to 1 year and with fine which shall not be less than 1 lakh rupees but which may extend to 25 lakh rupees എന്നാണ് പറയുന്നത്. അപ്പോൾ ഓഡിറ്റേഴ്സ് എന്തെങ്കിലും ഒരു കൃത്രിമം കാണിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇംപ്രിസൺമെൻറ്റും ഫൈനും ഒക്കെ ഉണ്ട്. ആൻഡ് ഓഡിറ്റർ വിൽ ബി ഏബിൾ ടു ഓഡിറ്റ് എ മാക്സിമം ഓഫ് 20 കമ്പനീസ്. അതും വേറൊരു നിയമമാണ്. 20 കമ്പനിയിൽ കൂടുതൽ ഓഡിറ്റേഴ്സ് ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് ഷാൾ ബി 5 years സബ്ജക്റ്റ് ടു റെക്ടിഫിക്കേഷൻ അറ്റ് എവറി ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. അതേപോലെ വേർ അറ്റ് എനി ആനുവൽ ജനറൽ മീറ്റിംഗ് നോ ഓഡിറ്റർ ഇസ് അപ്പോയിൻറ്റഡ്, എക്സിസ്റ്റിംഗ് ഷാൾ കണ്ടിന്യൂ ടു ബി ദി ഓഡിറ്റർ ഓഫ് ദി കമ്പനി. ഓക്കെ. പിന്നെ ഒരു ടേം ഫിനാൻഷ്യൽ ഇയർ ആണ്. ഫിനാൻഷ്യൽ ഇയർ ഇൻ റിലേഷൻ ടു എനി കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് മീൻസ് ദ പീരിയഡ് എൻഡിങ് 31st March every year. And where it has been incorporated or on or after the first day of January of a year, the period ending on 31st March of the following year. In respect thereof, financial statement of the company or body corporate is made up. Companies-inde financial year എന്ന് പറയുന്നത് 1st April to 31st March of the next year വരെയാക്കി. ഓക്കെ. പിന്നെ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആദ്യം 50 ആയിരുന്നു. ഇപ്പോൾ അത് എത്രയും ആക്കി മാറ്റിയിട്ടുണ്ട്. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് അലൗഡ് ഇൻ എ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് 200 ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ എൻട്രഞ്ച്മെൻറ്റ് പ്രൊവിഷൻസ് ഇൻ ദ ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് മേ പ്രൊവൈഡ് ഫോർ മോർ സ്ട്രിൻജൻറ്റ് or restrictive procedure than passing of special resolution for altering certain provisions of the articles of association. Okay. Then duties of directors is defined. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ളത്. അതായത് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ഓൾ കമ്പനീസ് ആർ സ്പെൽഡ് ഔട്ട് ഇൻ സെക്ഷൻ 166 ഓഫ് കമ്പനീസ് ആക്ട് 2013. ഓക്കെ. ദെൻ കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ആരൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ദ പ്രിസ്ക്രൈബ്ഡ് ക്ലാസ് ഓഫ് കമ്പനീസ് ആർ റിക്വയർഡ് ടു അപ്പോയിൻറ്റ് അറ്റ്ലീസ്റ്റ് 1 വിമൻ ഡയറക്ടർ. At least one director should be a person who has stayed in India for a period not less than 182 days in the previous year. അതായത് റെസിഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം നിർബന്ധമുണ്ട്. അതേമാതിരി ലിസ്റ്റഡ് കമ്പനീസ് ഹാവ് അറ്റ്ലീസ്റ്റ് 1/3 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഡയറക്ടേഴ്സിൻ്റെ 1/3 എങ്ങനെയുള്ളവരായിരിക്കണം? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട് ആരാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്നുള്ളതൊക്കെ. പിന്നെ എക്സിസ്റ്റിംഗ് കമ്പനീസ് ടു ഗെറ്റ് എ ട്രാൻസിഷൻ പീരിയഡ് ഓഫ് 1 year ടു കംപ്ലൈ. ഇനിയിപ്പം ഈ 2013 ആക്ടിന് മുമ്പേ നിലവിൽ വന്ന കമ്പനീസ് ഉണ്ടാവില്ലേ, അവർക്ക് ഇതെല്ലാം പാലിക്കാൻ വേണ്ടി ഒരു കൊല്ലത്തെ ഇടവേള കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ. നോട്ടീസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ബോർഡ് മീറ്റിംഗ്. മിനിമം 7 days നോട്ടീസ് ടു ബി ഗിവൺ ടു ഓൾ ഡയറക്ടേഴ്സ് വെദർ ഓർ നോട്ട് ഇൻ ഇന്ത്യ. നോട്ടീസ് ക്യാൻ ബി സെൻറ്റ് ത്രൂ എനി മീൻസ്. ഹാൻഡ് ഡെലിവറി ആവാം, പോസ്റ്റ് ഓർ ഇ ഫോം. അപ്പോൾ പാർട്ടിസിപ്പേഷൻ ഓഫ് ഡയറക്ടേഴ്സ് ആർ ഇൻ പേഴ്സൺ ഓർ ബൈ വീഡിയോ കോൺഫറൻസിങ് ഓർ എനി അതർ ഓഡിയോ വിഷ്വൽ മീൻസ് capable of recording, recognizing and storing the participation of directors with date and time. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബോർഡ് മീറ്റിങ്ങിൻ്റെ നോട്ടീസൊക്കെ എങ്ങനെ കൊടുക്കണം. അപ്പം 7 ദിവസം മുന്നേ, മീറ്റിങ്ങിൻ്റെ 7 ദിവസം മുന്നേ തന്നെയെങ്കിലും എത്തിക്കണം എന്നുള്ളതാണ് മീറ്റിങ്ങിൻ്റെ നോട്ടീസ് ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ. അതേപോലെ ഈ നോട്ടീസ് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഒന്നുകിൽ കയ്യിൽ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ പോസ്റ്റലായിട്ടോ ഇമെയിൽ ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ എന്താ പറയുക, ഡയറക്ടേഴ്സ് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുക മീറ്റിംഗ്? നേരിട്ട് വന്ന് അറ്റൻഡ് ചെയ്യണമെന്നില്ല. അവർ വേണമെങ്കിൽ വീഡിയോ കോൺഫറൻസിങ് ആവാം, നേരിട്ടിട്ടാവാം, ഇനി വേറെ ഏതെങ്കിലും ഓഡിയോ വിഷ്വൽ മീൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയും ആവാം. ഓക്കെ, താങ്ക് യു.